ആ മരുത്വ മല മുകളിൽ അദ്ദേഹത്തിൻ്റെ തപസ് എത്ര നാളുണ്ടെന്ന് വ്യക്തമായ ഒരു അറിവില്ല. എങ്കിലും ദീർഘമായ ആ തപസ്സിൽ നിന്നും അദ്ദേഹം മോചിതനായി. ആ മല ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരിക്കും എന്താണ് ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായി, ഒരറിവുണ്ടായി. ഉറച്ച കാൽവെപ്പുകളോടെ അദ്ദേഹം നടന്നെത്തിയതോ അരുവിപ്പുറത്ത്. ഉരുളൻ പാറക്കെട്ടുകളും കാട്ടുപ്രദേശവും കുറ്റിച്ചെടികളും ഒക്കെയായി നിറഞ്ഞ ഒരു വനപ്രദേശം, ഒരു കാട്ടുപ്രദേശം. ആൾതാമസം ഇല്ലെന്നല്ല, പാവപ്പെട്ടവരായ അധ്വാന വർഗത്തിൻ്റെയൊക്കെ കുറേ കൊച്ചു കുടിലുകളും അങ്ങിങ്ങായി കുറേ കുടിലുകളും ഒക്കെയായിട്ട് ഉള്ള ഒരു കാട്ടുപ്രദേശം. ആ അരുവിപ്പുറത്ത് കൂടിയാണ് നെയ്യാർ നദി ഒഴുകുന്നത്. അരുവിപ്പുറ നദി എന്ന് പറയും. അഗസ്ത്യാജലത്തിൽ നിന്നുത്ഭവിക്കുമാ നെയ്യാറു കാണാൻ ഇന്നെത്ര മോഹനം. അഗസ്ത്യാജലത്തിൽ നിന്നുത്ഭവിക്കുമാ നെയ്യാറു കാണാൻ ഇന്നെത്ര മോഹനം. ഉരുളൻ പാറക്കെട്ടിന്മേലെ പാതഞ്ഞൊഴുകി കിലുകില ചിലച്ചും ചിരിച്ചും കൊണ്ടെത്തിടും നെയ്യാറിൻ കരയിലുള്ളൊരരുവിപ്പുറം, ഗുരുവിൻ സന്നിധാനം അരുവിപ്പുറം. ഉരുളൻ പാറക്കെട്ടിന്മേലെ പാതഞ്ഞൊഴുകി കിലുകില ചിലച്ചും ചിരിച്ചും കൊണ്ടെത്തിടും നെയ്യാറിൻ കരയിലുള്ളൊരരുവിപ്പുറം, ഗുരുവിൻ സന്നിധാനം അരുവിപ്പുറം. അഗസ്ത്യാജലത്തിൽ നിന്നുത്ഭവിക്കുമാ നെയ്യാറു കാണാൻ ഇന്നെത്ര മോഹനം, നെയ്യാറു കാണാൻ ഇന്നെത്ര മോഹനം.